ഈശോയിൽ സ്നേഹമുള്ള തിരുഹൃദയ ഭക്തരെ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനന്തസ്നേഹത്തെക്കുറിച്ച് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് അവിടുത്തെ സ്നേഹം ആവോളം പാനം ചെയ്ത് അവിടുത്തെ തിരുഹൃദയ ഭാവങ്ങൾ സ്വന്തമാക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം യേശുവിൽ വിശ്വസിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകണം. അപ്പോൾ നാം അവിടുത്തെ പ്രിയമക്കളുടെ സ്ഥാനം വഹിക്കുന്നവരാകും. ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. അപ്പോൾ ഈ സ്നേഹം നമുക്ക് ലഭിക്കും. ദൈവിക കാരുണ്യത്തിൻ്റെ സിംഹാസനമാണ് ഈശോയുടെ തിരുഹൃദയം. ബെനഡിക്റ്റ് പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ, തിരുഹൃദയ ഭക്തിയിലൂടെ മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും ലോകം മുഴുവനിലുമുള്ള സകലരുടെയും സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും അവൻ്റെ അനന്തമായ കാരുണ്യത്തെയുമാണ് നാം ആദരിക്കുന്നത്. യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രകടനത്തിൻ്റെ ഏറ്റവും നല്ല മാർഗമാണ് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും. വിശുദ്ധ കുർബാനയിലെ സജീവ പങ്കാളിത്തവും ദിവ്യകാരുണ്യ ആരാധനയും വഴി ഈശോയുടെ തിരുഹൃദയം അനുഭവിക്കുന്ന നിന്ദാവമാനങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നാം താല്പര്യമുള്ളവരാകണം. നമുക്കതിന് കടമയുണ്ട്. അതിനാൽ ഈശോയുടെ തിരുഹൃദയത്തിൽ മാത്രം ആശ്രയിച്ച് അവിടുത്തെ സ്നേഹം സ്വന്തമാക്കി ദൈവമക്കൾക്ക് പങ്കുവയ്ക്കുന്ന സ്നേഹമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയമാണ്. ദുഃഖാരതി പുണ്യവതി ഈശോയുടെ ഹൃദയം ആവശ്യപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ഇതിലും അധികമായി നിന്റെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു എന്ന്. അതിനാൽ നമുക്ക് ഈശോയുടെ ഹൃദയം സ്വന്തമാക്കി ആ ഹൃദയഭാവങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയമേ ശൂന്യമാമെൻ മനസ്സിൽ നിറയണമേ, സ്നേഹത്തിൻ തീജ്വാലയാക്കി എന്നെ മാറ്റണമേ. ദാസനെ നവസൃഷ്ടിയാക്കി തീർക്കുവാൻ വരണേ, യേശുവേ വരണേ.